തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് ഒരു വലിയ ബുദ്ധിമുട്ടായി മാറിയ അല്ലെങ്കിൽ വലിയൊരു തലവേദനയായി മാറിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ. ഒരു സാധാരണ കുടുംബത്തിൻ്റെ ഏക അത്താണിയായ നവീൻ ബാബു സർക്കാർ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ചടങ്ങിൽ പി ദിവ്യ എന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ രീതിയിൽ ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു അഴിമതിക്കാരനാണ് എന്നതായിരുന്നു അവരുന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ തൻ്റെ സഹപ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് വളരെ മോശമായി ആക്ഷേപിച്ചതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നൊരു കണ്ടെത്തലിൻ്റെ പുറത്ത് പി ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ആദ്യം കുറച്ച് ഒളിച്ചുകളികൾക്ക് ശേഷം പോലീസിന് പിടികൊടുത്തു എന്ന് വേണം പറയാൻ. അങ്ങനെ പി ദിവ്യ ജയിലറകൾക്കുള്ളിലേക്ക് പോകുന്നു. തൊട്ടു പിന്നാലെ ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ മൗനം പാലിച്ചിരുന്ന CPM ഒടുവിൽ പി ദിവ്യക്കെതിരെ രാഷ്ട്രീയപരമായ അച്ചടങ്ക ലംഘനത്തിൻ്റെ ഭാഗമായുള്ള ഒരു തീരുമാനം എടുക്കുന്നു. പി ദിവ്യയെ തരം താഴ്ത്തുക എന്നുള്ളത്, അതായത് ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തുന്നു. അങ്ങനെ തരം താഴ്ത്തപ്പെട്ടതിന് തൊട്ടു പിന്നാലെ കേരളത്തിലെ സുപ്രധാന മാധ്യമങ്ങളടക്കം ഒട്ടുമിക്ക മാധ്യമങ്ങളും ഒരു വാർത്ത പുറത്തേക്ക് വിടുന്നു. പി ദിവ്യ ഇടതുപക്ഷത്തോട് കടുത്ത എതിർപ്പ് അറിയിച്ചിരിക്കുന്നുവെന്ന്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടിനോട്, നടപടിയോട് കടുത്ത എതിർപ്പും വിദ്വേഷവും ഉണ്ട് എന്ന്. ജയിലറയിൽ കിടക്കുന്ന തനിക്ക് എന്താണ് പറയുവാനുള്ളതെന്ന് കേൾക്കാതെയാണ് പാർട്ടി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. തൻ്റെ ഭാഗം കൂടി കേൾക്കണമായിരുന്നു എന്നതടക്കമുള്ള ചില രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന നേതാക്കന്മാർക്കെതിരെയും CPMനെതിരെയും ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെയും എല്ലാം പി ദിവ്യ ഉന്നയിക്കുന്നത് എന്ന ഒരു വാർത്ത പുറത്തു വരുന്നു. തൊട്ടു പിന്നാലെ പി ദിവ്യ CPM വിടാൻ പോകുന്നു, പി ദിവ്യ CPM വിടുന്നു എന്നതടക്കമുള്ള മറ്റു വാർത്തകളും വരുന്നു. ഒടുവിൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച പി ദിവ്യ തനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി കുറിച്ച് അറിയിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് അവർ തുറന്നടിക്കുന്നു. താൻ അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. താൻ പറയാത്ത കാര്യം TRP റേറ്റിംഗിന് വേണ്ടി വിളിച്ചു കൂവുന്നത് ശരിയായ ഒരു നയമല്ല എന്ന് പറയാതെ പറയുകയാണ് പി ദിവ്യ. പി ദിവ്യ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പ്രതികരണം എന്ന നിലയിൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എൻ്റെ അഭിപ്രായമല്ല. അത്തരമൊരു പ്രതികരണം ഞാൻ നടത്തിയിട്ടുമില്ല. മാധ്യമങ്ങളോട് പറയുവാനുള്ളത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റു വ്യാഖ്യാനങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത് പാർട്ടി വേദിയിൽ പറയുന്നതാണ്. ഇതുവരെ അനുവർത്തിച്ചു വന്ന രീതി അത് തുടരും. എൻ്റെ പാർട്ടി സ്വീകരിച്ച നടപടി ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ സഖാക്കളും സുഹൃത്തുക്കളും വ്യാജ പ്രചരണങ്ങളെ തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെയാണ് പി ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ പോസ്റ്റിൽ ഒരു കാര്യം വ്യക്തമാണ്: പാർട്ടിയുടെ തീരുമാനത്തെ ശിരസ വഹിച്ചു കഴിഞ്ഞിരിക്കുന്നു പി ദിവ്യ. പിന്നെ മാധ്യമങ്ങൾക്ക് എവിടെ നിന്ന് ഈ വാർത്ത ലഭിക്കുന്നു? പി ദിവ്യ CPMനെതിരായ നിലപാട് സ്വീകരിക്കുന്നു എന്ന ഒരു വ്യാജ വാർത്ത എന്തിന് പുറത്തേക്ക് വിടുന്നു? ഈ ചോദ്യങ്ങൾ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. പി ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള അഭിപ്രായ പ്രകടനം ഇനി നിയമത്തിൻ്റെ വഴിയിലേക്കും മാറുമോ എന്ന് സംശയിക്കേണ്ടതായുണ്ട്.